നോക്കാം. അപ്പൊ നമ്മൾ ഭരണഘടനയിൽ എവിടെ വരെ പഠിച്ചു? മൗലികാവകാശം വരെ പഠിച്ചു. അടുത്ത ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? അയർലൻഡിൽ നിന്നാണ്. എന്നാൽ ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ്? സ്പെയിനാണ്. ഇന്ത്യ കടമെടുത്തതാണ് അയർലൻഡിൽ നിന്ന്. പക്ഷെ അതിനു മുന്നേ തന്നെ ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള ആശയം ഏത് ഭരണഘടനയിൽ ഉണ്ടായിരുന്നു? സ്പെയിനിലെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നു. മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സപ്രു. തേജ് ബഹദൂർ സപ്രു. ഏതാണ്? തേജ് ബഹദൂർ സപ്രു. അപ്പോൾ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഉൾപ്പെടുത്തണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് തേജ് ബഹദൂർ സപ്രു. മൗലികാവകാശങ്ങൾ ഏത് മുതൽ ഏത് വരെയായിരുന്നു? ആർട്ടിക്കിൾ 35 വരെ. 35 വരെ. ഇനി അടുത്ത് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഏത് മുതൽ ഏത് വരെയാണ്? 51 വരെ. അപ്പൊ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയില് 36 മുതൽ 51 വരെ ആർട്ടിക്കിളായിട്ടാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യ ഭാഗം ഏതാണ്? 4. 4-ാം ഭാഗത്തില് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഈ നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? രാഷ്ട്രത്തിലെ ഇന്ത്യ എന്താണ് നമ്മുടെ ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പിന്തുടരേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഭരണനിർവഹണം നടത്തുമ്പോഴത്തേക്കും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നിയമനിർമ്മാണം നടത്തുമ്പോഴും നമ്മുടെ ഭരണകൂടം പാലിക്കേണ്ട കുറെ നിർദ്ദേശങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, മാർഗനിർദ്ദേശ തത്വങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്ര സങ്കല്പം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് ഭാഗത്തിലാണ്? 4-ാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്ര സങ്കല്പം ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. ഇത് ന്യായവാദത്തിന് അർഹമാണോ? അല്ല. ഈ 36 മുതൽ 51 വരെയുള്ള ഏതെങ്കിലും ആർട്ടിക്കിൾ ലംഘിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കോടതിയിലൊന്നും പോകാൻ പറ്റത്തില്ല. ഇത് ന്യായവാദത്തിന് അർഹമല്ല. ന്യായവാദത്തിന് അർഹമല്ല. അതിനെ നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് പറയും. കേട്ടോ, എന്താണ് നോൺ ജസ്റ്റിഷ്യബിൾ? ഇനി ഈ മാർഗനിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ച ആരാണ്? ഓസ്റ്റിൻ. ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. അപ്പോൾ നമ്മുടെ മാർഗനിർദ്ദേശ തത്വങ്ങളെ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചതാണ് ആര്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ഇനി ഇപ്പൊ നോക്കിയോ, മാർഗനിർദ്ദേശങ്ങൾ വിസ്മരിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിന് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരുടെ മുൻപാകെ അതിന് സമാധാനം പറയേണ്ടി വരും. ആര് പറഞ്ഞാണ്? അംബേദ്കർ. എന്താണ്? മാർഗനിർദ്ദേശ തത്വങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു സർക്കാരിന് തെരഞ്ഞെടുപ്പ് സമയത്ത് അവരോട് എന്ത് ചെയ്യേണ്ടി വരും? വോട്ടർമാരോട് സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞ ആളാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. 1935 ഏത് ആക്ടാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി എന്തിന് ബന്ധമുണ്ട്? മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് ബന്ധമുണ്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ എന്താണ്? ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായിട്ട് ബന്ധമുള്ള ആളാണ് ആര്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഈ മാർഗനിർദ്ദേശക തത്വങ്ങളും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ എന്താണ്? ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനും ഇവ തമ്മിൽ പ്രകടമായ വ്യത്യാസം ഇല്ല എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയും ആര് തന്നെയാണ്? അംബേദ്കർ ആണ്. അപ്പൊ അംബേദ്കർ 2 കാര്യങ്ങൾ പറഞ്ഞു. മാർഗനിർദ്ദേശ തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിനെ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാർക്ക് മുൻപാകെ എന്ത് ചെയ്യേണ്ടി വരും? സമാധാനം പറയേണ്ടി വരും. ആര് പറഞ്ഞു? അംബേദ്കർ. അതുപോലെ അദ്ദേഹം പറഞ്ഞതാണ് 1935 എന്താണ്? ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷന് എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ മാർഗനിർദ്ദേശ തത്വങ്ങളും തമ്മിൽ നല്ല സാമ്യമുണ്ട്. അത് ആ സാമ്യം നമുക്ക് പ്രകടമാണ് എന്ന് പറഞ്ഞ ആളും ആരാണ്? BR അംബേദ്കർ ആണ്. ഓക്കെ അല്ലേ? ഇനി ഗവൺമെന്റിന് സൗകര്യാർത്ഥം മാറ്റാനാവുന്ന ചെക്ക് എന്ന് KT ഷായാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് ഗവൺമെന്റിന് എന്താണ്? സൗകര്യപൂർവ്വം മാറ്റാൻ കഴിയുന്ന ചെക്ക് എന്ന് പറഞ്ഞ ആരാണ്? KT ഷാ. അതായത് എന്ത് ചെയ്യാം? ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതുകൊണ്ടാണ് ഗവൺമെന്റിന് സൗകര്യാർത്ഥം മാറ്റാൻ കഴിയുന്ന ചെക്ക് എന്ന് ആര് പറഞ്ഞത്? KT ഷാ പറഞ്ഞത്. ഇനി ഇതിനകത്ത് 3 ആശയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ. ഏതൊക്കെയാണ്? ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ. അങ്ങനെ ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ ഈ 3 ആശയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഏതിലാണെന്ന് ചോദിച്ചാൽ ഏതിലാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് വിഭാഗം എന്നറിയപ്പെടുന്നതും എന്തിനെയാണ്? മാർഗനിർദ്ദേശ തത്വങ്ങൾ. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്?
അല്ല, അങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് വിഭാഗം എന്നറിയപ്പെടുന്നത്. ഇനി നോക്കിയോ, ഭരണഘടന രൂപപ്പെടുത്തിയിരിക്കുന്നത് മൗലികാവകാശങ്ങളുടെയും മാർഗനിർദ്ദേശ തത്വങ്ങളുടെയും സന്തുലിതമായ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞ ഒരു കേസുണ്ട്. ഏതാണ്? മിനർവ മിൽ കേസ്. എന്താണ്? ഭരണഘടന രൂപപ്പെടുത്തിയിരിക്കുന്നത് മൗലികാവകാശങ്ങളുടെയും മാർഗനിർദ്ദേശക തത്വങ്ങളുടെയും സന്തുലിതമായ അടിസ്ഥാനത്തിലാണ്. മാർഗനിർദ്ദേശ തത്വങ്ങളുടെയും മൗലികാവകാശങ്ങളുടെയും ഒരു സന്തുലിതമായ അടിസ്ഥാനത്തിലാണ് എന്ത് രൂപപ്പെടുത്തിയിരിക്കുന്നത്? ഭരണഘടന രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ കേസാണ് ഏത്? മിനർവ മിൽ കേസ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാണ്? 36 മുതൽ 51 വരെ. നമ്മള് 12 മുതൽ 35 വരെ മൗലികാവകാശം പഠിച്ചപ്പോ 12-ൽ എന്താ പറഞ്ഞേ? സ്റ്റേറ്റിന്റെ നിർവചനം. അതേപോലെ തന്നെയാണ് 36-ലും എന്താണ് പറയുന്നത്? സ്റ്റേറ്റിന്റെ നിർവചനം. 37 നമുക്കറിയാം, നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇത് ന്യായവാദത്തിന് അർഹമാണോ? അല്ല. അപ്പൊ 37-ൽ എന്താണ് പറയുന്നത്? ന്യായവാദത്തിന് അർഹമല്ല. രാഷ്ട്ര നിർമ്മാണം നടത്തുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ പക്ഷെ എന്ത് ചെയ്യണം? പരിഗണിക്കണം. അപ്പൊ എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. രാഷ്ട്ര നിർമ്മാണം നടത്തുന്ന സമയത്ത് നിർദ്ദേശക തത്വങ്ങളെ പരിഗണിക്കണം. 38, 36 അല്ല 37, 36 37 അർഹമല്ല. രാഷ്ട്ര നിർമ്മാണം നടത്തുമ്പോഴത്തേക്ക് അത് പരിഗണിക്കണം. 38 ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു സാമൂഹ്യ ക്രമം ഉറപ്പുവരുത്തണം. ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു സാമൂഹ്യ ക്രമം ഉണ്ടാക്കണം. ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു സാമൂഹിക ക്രമം ഉണ്ടാകണം. അപ്പൊ 36 സ്റ്റേറ്റിന്റെ നിർവചനം, 37 ന്യായവാദത്തിന് അർഹമല്ല, രാഷ്ട്രത്തിന് പരിഗണിക്കണം. 38 ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു സാമൂഹ്യ ക്രമം ഉണ്ടാവണം. ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു സാമൂഹിക ക്രമം ഉണ്ടായിരിക്കണം. അടുത്ത 39 ജനാധിപത്യവും സോഷ്യലിസവുമായി ബന്ധപ്പെട്ടതാണ് ഏത്? 39 എന്തൊക്കെയാണ്? ജനാധിപത്യവും സോഷ്യലിസവും. അതിൽ 39-ല് സ്മോൾ ലെറ്റർ ഡി തുല്യ വേതനം. ഇപ്പൊ സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം കൊടുത്തില്ലെങ്കിൽ ഇടി കിട്ടുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഡി 39 സ്മോൾ ലെറ്റർ ഡി ആണെങ്കിൽ തുല്യ ജോലിക്ക് തുല്യ വേതനം. അപ്പൊ 39 ജനാധിപത്യവും സോഷ്യലിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ 39-ൽ ഡി ആണെങ്കിൽ തുല്യ ജോലിക്ക് തുല്യ വേതനം. 36 സ്റ്റേറ്റിന്റെ നിർവചനം. 37 ന്യായവാദത്തിന് അർഹമല്ല, രാഷ്ട്ര രൂപീകരണത്തിന് പരിഗണിക്കണം. അടുത്ത 38 ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു സാമൂഹിക ക്രമം ഉണ്ടാവണം. 39 എന്താണ്? ജനാധിപത്യവും സോഷ്യലിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 39 ഡി ആണെങ്കിൽ തുല്യ ജോലിക്ക് തുല്യ വേതനം. അടുത്ത 39 ക്യാപിറ്റൽ ലെറ്റർ എ. എന്താണ് 39 ക്യാപിറ്റൽ ലെറ്റർ എ? തുല്യനീതിയും സൗജന്യ നിയമ സഹായവും. തുല്യനീതിയും സൗജന്യ നിയമ സഹായവും. തുല്യനീതിയും സൗജന്യ നിയമ സഹായവും. 36 സ്റ്റേറ്റിന്റെ നിർവചനം. 37 ന്യായവാദത്തിന് അർഹമല്ല, രാഷ്ട്ര നിർമ്മാണത്തിൽ പരിഗണിക്കണം. 38 ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു സാമൂഹിക ക്രമം ഉണ്ടാവണം. 39 സോഷ്യലിസം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിൽ 39 ഡി ആണ് തുല്യ ജോലിക്ക് തുല്യ വേതനം. 39 ക്യാപിറ്റൽ ലെറ്റർ എ തുല്യനീതിയും സൗജന്യ നിയമ സഹായവും. അടുത്ത 40 നമുക്ക് എല്ലാവർക്കും അറിയാം. പഞ്ചായത്തുകളുടെ രൂപീകരണം. 40 പഞ്ചായത്തുകളുടെ രൂപീകരണം. 41 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. 40 പഞ്ചായത്തുകളുടെ രൂപീകരണം. 41 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. 42 നീതിപൂർവവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യവും പ്രസവ ആനുകൂല്യവും. നീതിപൂർവവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യവും പ്രസവ ആനുകൂല്യവും. 42 40 പഞ്ചായത്തുകളുടെ രൂപീകരണം. 41 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. 42 നീതിപൂർവവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യവും പ്രസവ ആനുകൂല്യവും. നീതിപൂർവവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യവും പ്രസവ ആനുകൂല്യവും. 36 സ്റ്റേറ്റിന്റെ നിർവചനം. 37 ന്യായവാദത്തിന് അർഹമല്ല, രാഷ്ട്ര നിർമ്മാണത്തിൽ പരിഗണിക്കണം. 38 ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു സാമൂഹ്യ ക്രമം ഉണ്ടാകണം. 39 ജനാധിപത്യവും സോഷ്യലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 39 സ്മോൾ ഡി തുല്യ ജോലിക്ക് തുല്യ വേതനം. 39 ക്യാപിറ്റൽ എ തുല്യനീതിയും സൗജന്യ നിയമ സഹായവും. 40 പഞ്ചായത്തുകളുടെ രൂപീകരണം. 41 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. 42 നീതിപൂർവവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യവും പ്രസവ ആനുകൂല്യവും. നീതിപൂർവവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യവും പ്രസവ ആനുകൂല്യവും. 43
തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെക്കുറിച്ചും കുടിൽ വ്യവസായത്തെക്കുറിച്ചും പറയുന്നു. എന്തൊക്കെയാണ്? തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെക്കുറിച്ചും തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെക്കുറിച്ചും, അതായത് മിനിമം വേതനം, ജീവിത വരുമാനത്തെക്കുറിച്ചും കുടിൽ വ്യവസായം ഏതിലാണ്? 43. അപ്പോൾ തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെക്കുറിച്ചും കുടിൽ വ്യവസായങ്ങളെ കുറിച്ചും പറയുന്നത് 43. തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെക്കുറിച്ചും കുടിൽ വ്യവസായത്തെക്കുറിച്ചും പറയുന്നത് 43. 43 ക്യാപിറ്റൽ എ വ്യവസായശാലകളിൽ മാനേജ്മെന്റുകളുടെ തൊഴിലാളി പങ്കാളിത്തം. വ്യവസായശാലകളിൽ മാനേജ്മെന്റുകളിലെ തൊഴിലാളി പങ്കാളിത്തം. വ്യവസായശാലകളിൽ മാനേജ്മെന്റുകളുടെ തൊഴിലാളി പങ്കാളിത്തം. 43 ആണെങ്കിലോ തൊഴിലാളികളുടെ ജീവിത വരുമാനവും കുടിൽ വ്യവസായങ്ങളുടെ രൂപീകരണവും. കുടിൽ വ്യവസായങ്ങളെ കുറിച്ചും പറയുന്നു. 43 ക്യാപിറ്റൽ എ ആണെങ്കിൽ വ്യവസായശാലകളിലെ മാനേജ്മെന്റ് തൊഴിലാളികളുടെ പങ്കാളിത്തം. വ്യവസായശാലകളിലെ മാനേജ്മെന്റുകളിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. 43 ക്യാപിറ്റൽ ബി സഹകരണ സംഘം. 43 ക്യാപിറ്റൽ ബി സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. 43 ബി ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. 43 ബി സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. 43 തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ കുറിച്ചും കുടിൽ വ്യവസായങ്ങളെ കുറിച്ചും പറയുന്നു. 43 ക്യാപിറ്റൽ എ വ്യവസായശാലകളിൽ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. വ്യവസായശാലകളിലെ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. 43 ബി സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. 44 ഏകീകൃത സിവിൽ കോഡ്. 44 ഏകീകൃത സിവിൽ കോഡ്. 36 സ്റ്റേറ്റിന്റെ നിർവചനം. 37 ന്യായവാദത്തിന് അർഹമല്ല, രാഷ്ട്ര നിർമ്മാണത്തിൽ അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണം പരിഗണിക്കണം. 38 സാമൂഹ്യ ക്രമം ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ ഉണ്ടാവണം. ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു സാമൂഹ്യ ക്രമം ഉണ്ടാവണം. 39 ജനാധിപത്യവും സോഷ്യലിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 39 ഡി തുല്യ ജോലിക്ക് തുല്യ വേതനം. 39 ക്യാപിറ്റൽ എ തുല്യനീതിയും സൗജന്യ നിയമസഹായവും. 40 പഞ്ചായത്ത് രൂപീകരണം. 41 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. 42 നീതിപൂർവവും മാനുഷികവുമായ തൊഴിലിടങ്ങളും തൊഴിൽ സാഹചര്യവും പിന്നെ പ്രസവ ആനുകൂല്യവും. 43 ഇപ്പൊ പറഞ്ഞു. തൊഴിലാളികളുടെ ജീവിത വരുമാനവും കുടിൽ വ്യവസായങ്ങളെ കുറിച്ചും. 43 എ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. 43 ബി സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. 44 ഏകീകൃത സിവിൽ കോഡ്. കിട്ടിയല്ലോ. 45 നമുക്കൊക്കെ അറിയാം. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും. 45. 46 പട്ടികജാതി പട്ടികവർഗ മറ്റ് ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതി. SC ST മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ എന്താണ്? സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതി. പട്ടികജാതി പട്ടികവർഗം മറ്റ് ദുർബല വിഭാഗമാണ്. മറ്റ് ദുർബല വിഭാഗങ്ങളുടെ എന്താണ്? സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതി. പട്ടികജാതി പട്ടികവർഗം മറ്റ് ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതി. 45 ആണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും. 46 പട്ടികജാതി പട്ടികവർഗം മറ്റ് ദുർബല വിഭാഗം എന്നിവരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസവും പുരോഗതി. ഓക്കെ. 47 മെച്ചപ്പെട്ട ജീവിത നിലവാരം നൽകണം. അതിനകത്താണ് എന്ത് ഉൾപ്പെട്ടിരിക്കുന്നത്? മദ്യനിരോധനം, ലഹരി പദാർത്ഥങ്ങൾ, ഇതൊക്കെ ആരോഗ്യത്തിന് ഹാനികരം. അപ്പൊ മദ്യനിരോധനവും ലഹരി പദാർത്ഥവും ഒക്കെ ആരോഗ്യത്തിന് ഹാനികരം. യഥാർത്ഥത്തിൽ 47 എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ട ജീവിത നിലവാരം. അതിലാണ് മദ്യനിരോധനവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ. 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും. 46 SC ST മറ്റ് ദുർബല വിഭാഗം എന്നിവരുടെ സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതി. 47 മെച്ചപ്പെട്ട ജീവിത നിലവാരം, മദ്യനിരോധനവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനെ കുറിച്ച് ഹാനികരമാണെന്ന് പറയുന്നുണ്ട്. 48 ഗോവധ നിരോധനം, കൃഷി, മൃഗസംരക്ഷണം. ഗോവധ നിരോധനം, കൃഷി, മൃഗസംരക്ഷണം. ആ മൃഗസംരക്ഷണത്തിനകത്താണ് എന്ത് വരുന്നത്? ഗോവധ നിരോധനം. അപ്പൊ കൃഷി മൃഗസംരക്ഷണം അതിൽ എന്ത് വരുന്നു? ഗോവധ നിരോധനം. ഓക്കെ അല്ലേ? 48. ഈ 48 A ഉണ്ട് കേട്ടോ. വനം വന്യജീവി സംരക്ഷണം. വനം വന്യജീവി പരിസ്ഥിതി സംരക്ഷണം. വനം വന്യജീവി പരിസ്ഥിതി സംരക്ഷണം. 49 നമുക്കറിയാം.
ചരിത്ര സ്മാരകങ്ങളും സംരക്ഷണം. ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം. 49 ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം. 50 മെയ് നമുക്കറിയാം എന്തിനെയോ എന്തിൽ നിന്ന് വേർതിരിക്കുന്നു. എന്താണ്? നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കുന്നു. നീതിന്യായത്തിനെ കാര്യനിർവഹണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. 51 അന്താരാഷ്ട്ര സമാധാനം. അന്താരാഷ്ട്ര സമാധാനം. അന്താരാഷ്ട്ര സമാധാനം. 51 ഡി ഉണ്ട്, ചെറിയ ഡി, സ്മോൾ ഡി. 51 സ്മോൾ ഡി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥത വഴി ഒത്തുതീർപ്പാക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കണം. ഡി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തർക്കങ്ങൾ വരുമല്ലോ, അത് മധ്യസ്ഥതയിലൂടെ എന്ത് ചെയ്യണം? ഒത്തുതീർപ്പാക്കണം. അതാണ് 51 ഡി. അപ്പൊ 50 ആണെങ്കിൽ അന്താരാഷ്ട്ര സമാധാനം. 50 ആണെങ്കിൽ നീതിന്യായത്തെ കാര്യനിർവഹണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. 51 അന്താരാഷ്ട്ര സമാധാനം. 51 ഡി അന്താരാഷ്ട്ര തർക്കങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും മധ്യസ്ഥത വഴി ഒത്തുതീർപ്പാക്കണം. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 36 37 ന്യായവാദത്തിന് അർഹമല്ല, രാഷ്ട്ര നിർമ്മാണത്തിൽ പരിഗണിക്കണം. അടുത്ത 38 ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന സാമൂഹ്യ ക്രമം ഉണ്ടാകണം. 39 ജനാധിപത്യവും സോഷ്യലിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ 39 ഡി തുല്യ ജോലിക്ക് തുല്യ വേതനം. 39 വലിയ എ തുല്യനീതിയും സൗജന്യ നിയമസഹായവും. 40 പഞ്ചായത്തുകളുടെ രൂപീകരണം. 41 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. 42 നീതിപൂർവവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യവും പ്രസവ ആനുകൂല്യവും. 43 അടുത്തേത് 43 തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെക്കുറിച്ചും കുടിൽ വ്യവസായങ്ങളെ കുറിച്ചും പറയുന്നു. 43 ക്യാപിറ്റൽ എ വ്യവസായശാലകളിൽ മാനേജ്മെന്റുകളുടെ പങ്കാളിത്തം. വ്യവസായശാലകളിലെ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. 43 ബി സഹകരണ സംഘങ്ങളുടെ രൂപീകരണം. 44 സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ്. 45 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ സംരക്ഷണവും. 46 പട്ടികജാതി പട്ടികവർഗം മറ്റ് ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസ പുരോഗതി. 47 മെയിനായിട്ട് മെച്ചപ്പെട്ട ജീവിത നിലവാരം. അതിനകത്താണ് മദ്യനിരോധനവും പിന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്നു. 48 മൃഗസംരക്ഷണം കൃഷി. അയ്യോ അല്ലടി കൃഷി മൃഗസംരക്ഷണം. അതിനകത്താണ് ഗോവധ നിരോധനം. അടുത്ത 48 തന്നെ എ വനം വന്യജീവി പരിസ്ഥിതി സംരക്ഷണം. 49 ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കണം. 50 നീതിന്യായത്തെ കാര്യനിർവഹണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. 51 അന്താരാഷ്ട്ര സമാധാനം. അതിനകത്ത് 51 ഡി അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് മൗലിക മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കണ്ട് എന്ത് ചെയ്യുക? അത് നിങ്ങളും അങ്ങ് പഠിച്ച് സെറ്റ് ആക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.